കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു കല്യാണത്തിനൊക്കെ പോയി അവിടുത്തെ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ സമയം ബാക്കിയുണ്ടായിരുന്നു. ഷൊർണൂരിൽ നിന്നായിരുന്നു മടക്ക ട്രെയിൻ. അപ്പോൾ അതിനിടയിൽ ഡ്രൈവർ ഷംസുദ്ദീനോട് ചോദിച്ചു, ഇവിടെ അടുത്ത് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ കാണാൻ പോകാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന്. പാലക്കാടിൻ്റെ ഈ ഒറ്റപ്പാലം, ആ സ്ഥലമൊക്കെ പ്രകൃതി ഭംഗിയുടെ മനോഹരമായ ഇടമാണ്. ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഗ്രാമീണതയുടെ ഭാവം നമുക്കവിടെ നന്നായി കാണാൻ കഴിയും. ഒരുതരം കുട്ടനാടിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന വളരെ വശ്യസുന്ദരമായ ഹരിതാഭ നിറഞ്ഞ കാവ്യാത്മകമായ പ്രകൃതിയും ചുറ്റുപാടുകളും പാടങ്ങളും നെൽപ്പരപ്പുകളും ഒക്കെ കാണാം. അപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വരിക്കശ്ശേരി മന കാണാം എന്ന് പറഞ്ഞത്. ഈ കവലയിലൊക്കെ മോഹൻലാലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമാ നടന്മാരോ ഒന്നും വന്നു നിന്നാൽ വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് എന്നത്തെയും പോലെ പരിചിതരാണ് ആ ആളുകളും അവിടുത്തെ ചുറ്റുപാടും ആ മനുഷ്യരും എന്നൊക്കെ. കാരണം എന്നും കാണുന്നവരാകുമ്പോൾ പിന്നെ അതിനകത്തൊരു വലിയ കൗതുകത്തിൻ്റെ കാര്യമില്ല. അങ്ങനെ എന്തായാലും ആ വരിക്കശ്ശേരി മനയിലേക്കെത്തി. അവിടെ എത്തുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയത് മംഗലശ്ശേരി നീലകണ്ഠനും ജഗന്നാഥനും പിന്നെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുമൊക്കെ ഇങ്ങനെ ചിന്തകളിലൂടെ കടന്നുപോയി. അത്ര മനോഹരമായി കേരളം എന്നും ഓർത്തിരിക്കുന്ന കാവ്യശില്പങ്ങൾ തീർത്ത മനോഹരമായ ഒരിടം, 100 വർഷത്തിലേറെ പഴക്കമുള്ള മനോഹരമായൊരു സ്ഥലം. ഏതാണ്ട് 4 ഏക്കർ വിസ്തൃതിയിലുള്ള പറമ്പിന് നടുവിൽ 3 നിലകളായി തീർത്ത ഒരു വലിയ മനയും ഇല്ലവും അതിൻ്റെ സമീപസ്ഥമായി അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ആ മനോഹരമായ വരിക്കശ്ശേരി മന എന്ന് പറയുന്ന ആ സ്ഥലം. അതിൻ്റെ ഒരു സ്വാഭാവികമായ നമ്മളൊരു കുളത്തിൽ മുങ്ങി കുളിക്കുന്ന ഒരു പ്രതീതി എന്നൊക്കെ പറയത്തില്ലേ, പഴയ നമ്മളൊക്കെ അനുഭവിച്ചു പോരുന്നത്, നമ്മുടെ പ്രായത്തിൽപ്പെട്ടവരൊക്കെ അനുഭവിച്ചു പോരുന്നതും ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ വരുന്നതുമായ അതിൻ്റെ ഒരു വല്ലാത്ത ഫീൽ നമുക്കവിടെ ചെല്ലുമ്പോൾ അനുഭവപ്പെടും. അത്തരം ചില കഥാപാത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തീർത്തു വെച്ച ഒരു മനോഹരമായ ഭാവമുണ്ടല്ലോ. ഒരുപക്ഷെ ഇനി അതുപോലൊരു കഥാപാത്രമൊക്കെ ആവർത്തിക്കപ്പെടുമോ എന്നറിയില്ല. കാരണം ലാലേട്ടൻ്റെയൊക്കെ ഒരു തൽസ്വരൂപം പുറത്തെടുത്ത കഥാപാത്രങ്ങളായിരുന്നു അത്. ഈ വരിക്കശ്ശേരി മനയുടെ ചരിത്രം ഏകദേശം 100-ലധികം വർഷം പഴക്കമുള്ള ഒരു മനയാണ് ഈ വരിക്കശ്ശേരി മന എന്ന് പറയുന്നത്. തമ്പുരാക്കന്മാരുടെ ഒരു വാസസ്ഥലമായിരുന്നു. പ്രശസ്ത ശില്പിയായിരുന്ന ശില്പരത്നം കൃഷ്ണൻ തമ്പുരാനാണ് ഇത് ഡിസൈൻ ചെയ്തതും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അവിടെ താമസിച്ചിരുന്ന ഈ നേരത്തെ പറഞ്ഞ വരിക്കാശ്ശേരി തമ്പുരാക്കന്മാർ അഷ്ടവൈദ്യന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. വിശാലമായ പൂമുഖം, കട്ടിളകൾ, തൂണുകൾ, വലിയ ഉമ്മറം, കുളം, കുളപ്പുര, മനയോട് ചേർന്നുള്ള കൃഷ്ണൻ കോവിൽ എന്നിവയെല്ലാം ഈ 100 വർഷം പഴക്കമുള്ള ഈ മനയുടെ പ്രധാനപ്പെട്ട ആകർഷണീയമായ സൗന്ദര്യാത്മകമായ ശില്പചാതുരിയുള്ള സൃഷ്ടികളാണ്. ഒരു കാലത്ത് വലിയ പ്രമാണിമാരുടെ കലകളുടെ സാഹിത്യത്തിൻ്റെ ഒക്കെ കേന്ദ്രമായി ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ, അക്കാലത്തെ ചിന്തകൾ ഒക്കെ രൂപം കൊള്ളുന്നതിന് വരിക്കശ്ശേരി മന ഒരു പ്രധാനപ്പെട്ട ഇടമായി മാറി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ വരിക്കശ്ശേരി മന ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണുള്ളത്. പ്രവേശനത്തിന് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് 50 രൂപയോ ഒരാൾക്ക് കൊടുത്താൽ അവിടെ നമുക്ക് പ്രവേശിച്ചതൊക്കെ കാണാം. അതിൻ്റെ ഓരോ മുറികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഇന്നതൊക്കെ ശൂന്യവും വെറും കാഴ്ച വസ്തുക്കളുമായിരുന്നെങ്കിൽ
ഒരു കാലത്ത് വലിയ അടയാളപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നവ, ചിലപ്പോൾ വേദനകളുടെയും കണ്ണീരിൻ്റെയും ചൂഷണങ്ങളുടെയും ഒക്കെ ഇടങ്ങളും ആ കാലത്തു കൂടി കടന്നു പോയിട്ടുണ്ടാവും. അന്നൊക്കെ ജീവിച്ചിരുന്നവരാരും പിൽക്കാലത്ത് ഇത് ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളായിരുന്നു എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ ഇന്ന് ഓമനിക്കുന്ന അല്ലെങ്കിൽ സ്വത്തുക്കളെന്ന് കരുതി സ്വന്തമാക്കി വച്ചിരിക്കുന്നതൊക്കെയും ഇതുപോലെ എന്നുമായിരിക്കും എന്ന ചിന്ത ഉപേക്ഷിക്കാൻ ഈ മനയുടെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ആ അനുഭവങ്ങൾ അത് നമ്മുടെ മനസ്സിലേക്ക് കൂടി കയറുന്നുവെങ്കിൽ അതൊരു ഗുണകരമായ ചിന്തയാണ്. അവിടെ ഒരുപാട് വീഡിയോ ഷൂട്ടിങ്ങുകൾ, ഈ കുഞ്ഞുങ്ങളുടെ എന്തൊക്കെയോ കല്യാണം, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി കല്യാണം നടക്കുന്ന ഒരു പ്രതിശ്രുത വധുവിൻ്റെ ബന്ധുക്കളെല്ലാം കൂടി വന്നിട്ട് അരിക്കല്യാണം എന്നെന്തോ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത്രയും വരെ ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞു. ഒരു റേഡിയോയും ഒക്കെ പിടിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത കുഞ്ഞുമക്കൾ അവരുടെ ഷൂട്ടിങ്, ചിത്രീകരണം, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. എന്തായാലും ഭംഗിയുള്ളൊരിടമാണ്. പരമാവധി ഞായറാഴ്ചകൾ പോലെയുള്ള ദിവസങ്ങളല്ലാത്ത ദിവസങ്ങൾ നോക്കി പോയാൽ ഗുണകരമായിരിക്കും. കാരണം പൊതുവിൽ ഈ ഹോളിഡേ ആകുമ്പോൾ നല്ല തിരക്കാവും. അപ്പം നമുക്കതിൽ ചാരിയിരുന്ന് അതിൻ്റെ ഒരു തൂണിൽ ചാരി നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ ആത്മാവിനോട് തന്നെ നമുക്കൊന്ന് സംസാരിക്കണമെങ്കിൽ എത്രമേൽ ഈ ശബ്ദങ്ങൾ, എത്രമേൽ ചുറ്റുപാടുകളിലെ നിശബ്ദത നമ്മളെ സ്വാധീനിച്ചെന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏതായാലും കാണേണ്ട ഒരിടം തന്നെയാണ്.